ശരിക്കും ഒരു സീ ഫുഡ് ലവറാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള ക്രാബ് റോസ്റ്റും പ്രോൺസും ഒക്കെ കൊണ്ടുവച്ച ആരാണല്ലേ വീണു പോകാത്തത്. സീ ഫുഡ് കഴിക്കണം എന്നായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം. എന്നാലും ശംഖുമുഖം ബീച്ച് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ വിഴിഞ്ഞത്തോട്ട് പോണ റൂട്ടിലാണ് ഈ റെസ്റ്റോറൻറ്റ് കണ്ടത്. നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ഇതല്ലായിരുന്നു. വിളിച്ചു വെച്ചപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ കയറിയതാണ് കേട്ടോ. ഒരു പരീക്ഷണാർത്ഥം നമുക്ക് കയറി നോക്കാം എന്ന് പറഞ്ഞ് കയറിയതാണ്. പക്ഷെ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു എല്ലാത്തിനും. പിന്നെ ഇതാ ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇതൊരു ഫുഡ് വ്ളോഗാണ്. സോ ഫുഡ് കഴിക്കുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചിലർ അങ്ങനെ കമൻസിൽ പറയാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പോരാത്തതിന് ഇതിനകത്ത് 2 കൈ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. എനിക്ക് 2 കൈ പോരാതെ തോന്നുന്നുണ്ട്. 2 കൈയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സിമ്പിളായിട്ട് കഴിക്കായിരുന്നു. ഞണ്ട് കുറച്ച് വലുതായതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ പൊട്ടിക്കാനുള്ള സാമഗ്രികളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ പല്ലും കൈയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ വെച്ചിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അങ്ങോട്ട് കടിച്ച് പറിച്ച് കഴിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഭയങ്കര ഒരു ഞണ്ട് പ്രേമിയാണ്. കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് പക്ഷേ ഇഷ്ടമല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ വീട്ടിൽ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി. അന്നൊരു സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് സ്പെഷ്യൽ ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. സോ അന്നത്തെ ദിവസം നമുക്ക് നോൺ വെജ് കൊണ്ടുപോകാം. അപ്പം ഞാൻ വിചാരിച്ചു നല്ല സ്റ്റൈലായിട്ട് വാഴയിലൊക്കെ പൊതിഞ്ഞ് ഞണ്ട് റോസ്റ്റൊക്കെ കൊണ്ടുപോയി പിള്ളേർക്കൊക്കെ കൊടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ഞണ്ട് റോസ്റ്റൊക്കെ വാഴയിലൊക്കെ വാട്ടി അതിനകത്തൊക്കെ വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോയി. അമ്മ എന്നെ പരമാവധി നിരുത്സാഹപ്പെടുത്തിയതാണ്. ഞണ്ടൊക്കെ വീട്ടിലിരുന്ന് സ്വസ്ഥമായിട്ട് 2 കൈയൊക്കെ ഉപയോഗിച്ച് കഴിക്കുന്നതാണ് നല്ലത്, സ്കൂളിലൊന്നും കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാതെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ എത്തി ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇന്നത്തെ എൻ്റെ ലഞ്ച് എന്താണെന്ന് അറിയുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വാഴയിലേക്ക് അങ്ങ് ഓപ്പൺ ചെയ്തപ്പോഴേക്കും പിള്ളേരൊക്കെ കൂടി ഒരു ഒറ്റ സ്വരത്തിൽ അയ്യേ ഞണ്ടോ, അങ്ങനെ ഞാൻ അങ്ങോട്ട് ഇല്ലാണ്ടായി പോയിട്ടോ. ഇത് കണ്ടിട്ട് ആകെ എന്തോ പോലെ തോന്നുന്നു, നീ ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കണേന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് അപമാനിച്ച് വിട്ടു കേട്ടോ. അപ്പം എനിക്ക് തോന്നി ഞണ്ട് ഇഷ്ടമുള്ളവരെക്കാൾ കൂടുതൽ ഞണ്ട് ഇഷ്ടമില്ലാത്തവരാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.